ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്ലാമർ പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായിൽ പുരോഗമിക്കുമ്പോൾ ഡൽഹിയിൽ മറ്റൊരു പൊരിഞ്ഞ ക്രിക്കറ്റ് പോരാട്ടം നടക്കുകയായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നേതൃത്വം നൽകിയ ജഡ്ജിമാരുടെ ടീമും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നേതൃത്വം നൽകിയ അഭിഭാഷകരുടെ ടീമും തമ്മിലായിരുന്നു ആ പൊരിഞ്ഞ പോരാട്ടം. വാശിയേറിയ മത്സരം സമനിലയിൽ കലാശിച്ചു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഡേ ആൻഡ് നൈറ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ജഡ്ജിമാരുടെ ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓപ്പണർമാരായി ഇറങ്ങിയ ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും എം സുന്ദരേഷും മികച്ച ഫോമിലാണ് കളിച്ചത്. ഇതിന് പിന്നാലെ ഇറങ്ങിയ ജസ്റ്റിസ് സൗരവ് ബാനർജിയും ജസ്റ്റിസ് KV വിശ്വനാഥും ടീമിനെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കുന്നതിന് അടിത്തറ പാകി. മലയാളിയായ ജസ്റ്റിസ് വിശ്വനാഥിന്റെ ബാറ്റിൽ നിന്ന് പാഞ്ഞ ക്ലാസിക് ഷോട്ടുകളിൽ പലതും ബൗണ്ടറി കടന്നു. കോടതിയിൽ കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ ക്രിക്കറ്റിൽ ബാറ്റിംഗ് തനിക്ക് അനായാസേന വഴങ്ങുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തെളിയിച്ചു. സ്വന്തം വിക്കറ്റ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ടീമിന്റെ സ്കോർ ഭദ്രമായ നിലയിലെത്തിക്കാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കായി. 20 ഓവറിൽ 126 റൺസാണ് ജഡ്ജിമാരുടെ ടീം നേടിയത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ അഭിഭാഷകരുടെ ടീമിനെ 126 പുറത്താക്കാനും ജഡ്ജിമാരുടെ ടീമിനായി. മാൻ ഓഫ് ദ മാച്ചായ ജസ്റ്റിസ് M സുന്ദരേഷും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായുമാണ് അഭിഭാഷക ടീമിന്റെ കുതിപ്പിനെ എറിഞ്ഞിട്ടത്. സൗഹൃദ പോരാട്ടമാണ് നടന്നതെങ്കിലും മികച്ച മത്സരമായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. നാഗ്പൂരിൽ അടുത്ത ദിവസം ആരംഭിക്കുന്ന രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ കേരളം ജയിക്കട്ടെ എന്ന ആശംസയും ജസ്റ്റിസ് KV വിശ്വനാഥ് നൽകി. കേരള ക്രിക്കറ്റ് ടീം ഫൈനൽസ് ജയിക്കും, അതാണ് എൻ്റെ ഗുഡ് വിഷസ്. സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ നടത്തുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഭാഗമായിട്ടാണ് ജഡ്ജിമാരും അഭിഭാഷകരും മൈതാനത്ത് ഏറ്റുമുട്ടിയത്. Very exciting match. Batting was good. Vishwanathan sir was excellent, if you see. And even Justice Banerjee was very good. ഒരു ദിവസം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നിയമത്തിരക്കുകളിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു ദിവസം ആക്കിയെടുത്താണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. തത്സമയം B ബാലഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പം രണ്ട് കൂട്ടരും വിധി പ്രസ്താവിക്കാൻ കഴിവുറ്റ മനുഷ്യരായതുകൊണ്ട് തന്നെ സമനിലയിൽ പിരിഞ്ഞ ഏതായാലും നന്നായി, ഇല്ലെങ്കിൽ ആരാരുടെ വിധി പറഞ്ഞേനെ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. മോദി, ഗുഡ് മോർണിംഗ്. മോദി പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിക്കറ്റിലെ ചട്ടങ്ങൾ പ്രകാരമായിട്ടാണെങ്കിൽ ഒരു സൂപ്പർ ഓവറിലേക്കൊക്കെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ കോടതിയിലൊക്കെ കേസൊക്കെ വരുമ്പോഴത്തേക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് മത്സരം ടൈയിൽ തന്നെ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതായത് ഇനി ഒരു മത്സരം ഈ സൂപ്പർ ഓവറിലേക്ക് കടക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയും തുടർന്ന് രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുകയുമാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സത്യത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഇന്നലെ ഉണ്ടായത്. കാരണം ഈ ജഡ്ജിമാരുടെ ഒരു ശരാശരി പ്രായം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 60-62 വയസ്സൊക്കെയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു ശരാശരി പ്രായം. ആ പ്രായത്തിൽ പോലും ഇത്രയും മനോഹരമായി ഈ ജഡ്ജിമാർക്ക് കളിക്കാൻ വേണ്ടി, അതും ക്രിക്കറ്റൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയ്ക്ക് വാശിയേറിയ മത്സരമായിരുന്നു ഈ പല ജഡ്ജിമാരും കാഴ്ചവെച്ചത്. അതായത് ഈ വർഷങ്ങളായിട്ട് ദില്ലിയിൽ മാധ്യമപ്രവർത്തകനായിരിക്കുന്ന ബാലഗോപാൽ കോടതി വ്യവഹാരങ്ങളൊക്കെ ഒരുപാട് കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, വളരെ കർക്കശക്കാരായി ഇവരുടെ കളി കാണുന്ന സമയത്ത് നമ്മൾ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു കൗതുകവും ആവേശവും ഒക്കെ തോന്നിയിട്ടുണ്ടാവും, ഒപ്പം ഒരു അതിശയവും. ഇതല്ലേ അവർ എന്നൊരു ആലോചനയും മനസ്സിൽ തോന്നിക്കാണും അല്ലേ മോദി? സത്യം, തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കാരണം ഈ പല ജഡ്ജിമാരും ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് കളിക്കുമെന്നൊക്കെ നമുക്ക് സ്വപ്നത്തിൽ പോലും കരുതാൻ വേണ്ടി പറ്റിയില്ല. അതിൽ 2-3 പേരുകൾ പറയേണ്ടതുണ്ട്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അതുപോലെ തന്നെ ദിബാങ്കർ ദത്ത, കൽക്കട്ടയിൽ നിന്നുള്ള ജഡ്ജിയാണ്. അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹം ഈ മത്സരത്തിലെ പ്രാക്ടീസിങ്ങിനായി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ പോയാണ് അദ്ദേഹം പ്രാക്ടീസിങ് നടത്തിയത്. തുടർന്ന് ഇന്നലെ അദ്ദേഹമായിരുന്നു ഈ ജഡ്ജിമാരുടെ ടീമിലെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് വന്നത്. ക്ലാസിക്കായ ഷോട്ടുകളായിരുന്നു പലതും ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബാറ്റിൽ നിന്ന് ഉണ്ടായത്. അതുപോലെ മലയാളിയായ ജസ്റ്റിസ് KV വിശ്വനാഥ്, അദ്ദേഹമാണ് ഇന്നലത്തെ ഈ മത്സരത്തിലെ മികച്ച ബാറ്റ്സ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതാണ്ട് 4 ബൗണ്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഉണ്ടായത്. ഈ പ്രായത്തിലും ജസ്റ്റിസ് KV വിശ്വനാഥ് ഇത്രയും വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ജസ്റ്റിസ് വിശ്വനാഥ് വളരെ കാലമായി ഒരു ക്രിക്കറ്റ് ഫാനാണ്. അദ്ദേഹം ഇന്നലെ തന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഈ
അടുത്ത ദിവസം നാഗ്പൂരിൽ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് അദ്ദേഹം വിജയാശംസ നേരുക മാത്രമല്ല, കേരളത്തിലെ ഓരോ കളിക്കാരെയും കുറിച്ചും അദ്ദേഹം ഇത്ര ഇൻഡെപ്തായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും വലിയ ഒരു മികച്ച മത്സരം, ആവേശോജ്ജലമായ ഒരു മത്സരമായിരുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്നത്. വളരെ വിരളമായിട്ടാണ് ഇങ്ങനെ ജഡ്ജിമാരൊക്കെ ഈ കളിക്കളത്തിലൊക്കെ മൈതാനത്തിൽ ഇറക്കുന്നത്. ഏതായാലും ഇറങ്ങിയപ്പോൾ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഇന്നലെ ഈ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ അവർ കാഴ്ചവെച്ചത്. മൂത്തി.